മൗനരാഗം ഇത് തീപാറും പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രകാശൻ്റെ അമ്മ, നമ്മുടെ കല്യാണിയുടെ അച്ഛൻ്റെ അമ്മ, കല്യാണിയുടെ മുത്തശ്ശി, ഇങ്ങനെ എല്ലാവരോടും പോയി എൻജോയ് ചെയ്യണം. എൻ്റെ മോന് ചികിത്സിക്കാൻ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും സഹായം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോനും എൻ്റെ കൊച്ചുമോനും ഒക്കെ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, എല്ലാവരോടും പോയി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വന്തം മക്കളായാലും എല്ലാവരും തന്നെ കൈയൊടുകയാണ്. ആ ഒരു വിഷത്തിന് ചികിത്സിച്ചാൽ പിന്നെ നാളെ ദൈവം ഞങ്ങൾക്കിട്ടായിരിക്കും ശിക്ഷ നൽകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൈയൊഴുകുകയാണ് കേട്ടോ. ലാസ്റ്റ് കല്യാണി തന്നെ വരുന്നുണ്ട് കേട്ടോ. കല്യാണിയും സോണിയും നമ്മുടെ കല്യാണിയുടെ ചേച്ചിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് സോണി ഇങ്ങനെ കലിപ്പിൽ നമ്മുടെ പ്രകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോ, ഇപ്പോഴത്തെ കാലത്ത് ആൺമക്കളല്ല പെൺമക്കളാണ് മാതാപിതാക്കളെ നോക്കുന്നത്, നിങ്ങൾ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു ഡയലോഗിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? ആൺമക്കൾ പെൺമക്കൾ ചില കുടുംബത്തിൽ ഇതെന്താ ഒരു പോര് ഉണ്ടാക്കണ ഒരു സംഭവം തന്നെയായിരിക്കും. ആൺമക്കൾ നോക്കുന്നില്ല, പെൺമക്കൾ നോക്കുന്നു, അങ്ങനൊന്നുമില്ല. സത്യത്തിൽ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച്, ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് അവിടെ ആർക്കാണോ നോക്കാൻ എന്താ പറയുക ഒരു സാഹചര്യമുള്ളത് അവർ നോക്കും, അല്ലാതെ ആൺമക്കൾ നോക്കും പെൺമക്കൾ നോക്കും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സീരിയലിൽ തന്നെ കിരണല്ലേ, കിരണിൻ്റെ അച്ഛനെ നോക്കുന്നത്, സോണിയല്ലല്ലോ. അപ്പോൾ ആ ഒരു ഡയലോഗിൻ്റെയും ഒരു പ്രസക്തി ഇവിടെ എന്താ പറയുക വേണ്ടായിരുന്നു. അങ്ങനെ ആൺമക്കൾ പെൺമക്കൾ അങ്ങനെ തരംതിരിച്ചൊരു വർത്തമാനം ഡയലോഗ് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഇനി എന്താ പോകെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ അച്ഛൻ്റെ സ്നേഹം കല്യാണിക്ക് കിട്ടുമോ എന്ന് അറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.